ത് കോഴിക്കോട് കൊയിലാണ്ടിയിൽ വയോധിക ഷോക്കേറ്റ് മരിച്ചതിൽ KCBക്കെതിരെ ആരോപണവുമായാണ് കുടുംബം രംഗത്തെത്തുന്നത്. വർഷങ്ങളായി വീടിന് മുകളിലൂടെ പോകുന്ന ഇലക്ട്രിക് ലൈനാണ് അപകടമുണ്ടാക്കിയതെന്നും ഈ ലൈൻ മാറ്റാൻ നേരത്തെ ആവശ്യപ്പെട്ടിട്ടും KCB നടപടിയെടുത്തില്ലെന്നുമാണ് പരാതി. ഇന്നലെ വൈകിട്ടാണ് കൊയിലാണ്ടി കുറുവങ്ങാട് സ്വദേശി ഫാത്തിമ ഷോക്കേറ്റ് മരിച്ചത്. മരം വീണ് ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണതിൽ നിന്ന് ഷോക്കേറ്റാണ് ഫാത്തിമ മരിച്ചത്. ഷബീർ ഒമർ വിവരങ്ങൾ നൽകും. ഷബീർ, ഇന്നലെയാണ് മരണമുണ്ടായത്. അതിനുശേഷം KCBക്കെതിരെ തന്നെയാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. ഇതിപ്പോൾ ഈ വീടിന്റെ മാത്രമല്ല, പല പഴയ വീടുകളുടെ മുകളിലൂടെയും ഒക്കെ ഇത്തരം ലൈനുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു അപകട സാധ്യത കൂടെ നിലനിൽക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ ഈ ഒരു പ്രത്യേക കേസിൽ ഇത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടും KCB അത് ചെവിക്കൊണ്ടില്ല എന്നൊരു ആരോപണമാണോ ഇപ്പോൾ ഉയരുന്നത്? ജിൽസി, തീർച്ചയായും അത്തരമൊരു ആരോപണമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ അപകടമുണ്ടായ ഈ ഫാത്തിമയുടെ വീട്ടിലാണ്. അതായത് ഈ കാണുന്ന വീടിന് മുകളിലൂടെ വീടിന് അപ്പുറത്തുള്ള പോസ്റ്റിൽ നിന്ന്, ദൃശ്യങ്ങളിൽ അത് കാണാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ആ പോസ്റ്റിൽ നിന്ന് ഈ വീടിന് മുകളിലൂടെയാണ് ഇലക്ട്രിക് ലൈൻ ഇപ്പുറത്ത് ഈ വീട് കവർ ചെയ്ത് ഏതാണ്ട് 2 വീടിന് അപ്പുറത്തേക്കുള്ള ഇലക്ട്രിക് ലൈനിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്നലെ ശക്തമായ കാറ്റിൽ മരം പൊട്ടി വീഴുന്നു, ഇലക്ട്രിക് ലൈൻ താഴേക്ക് പൊട്ടി വീഴുന്നു. ഈ മരം വീണ് ഇലക്ട്രിക് ലൈനും പൊട്ടി വീഴുന്നു. തുടർന്ന് ഈ ശബ്ദം കേട്ട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാൻ വേണ്ടി ഫാത്തിമ വീടിന്റെ പിറകുവശത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഇലക്ട്രിക് ലൈൻ വീണ് കിടക്കുന്നുണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതിലേക്ക് അബദ്ധത്തിൽ പിടിക്കുകയും ഉടനെ ഷോക്കേറ്റ് മരിക്കുകയുമായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ദൂരത്തിൽ, അതായത് ഈ വീടിന് മുകളിലൂടെ ഇത്രയും ദൂരത്തിൽ വർഷങ്ങളായി ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തി ഇലക്ട്രിക് ലൈൻ കടന്നു പോയിരുന്നു. പല തവണ ഈ അപകട സാധ്യത KCB അധികൃതരെ അറിയിച്ചെങ്കിലും അത്തരത്തിലൊരു നടപടി അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുമാണ് ഇവരുടെ പരാതി. ഇപ്പോൾ ബന്ധുക്കൾ കൂടിയായ ആളുകളാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ ഈ മരിച്ചയാളുടെ ബന്ധുവാണോ? ഞാൻ എന്റെ വീട് ഈ വീടാണ്. എന്താ സംഭവിച്ചത്? അതായത് 3:30 മണിക്ക് പിന്നെ ഇവിടെയുള്ള കുട്ടികൾ നിലവിളി കെട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഓടി വന്ന് നോക്കുമ്പോൾ ഇവിടെ അവർ വീണ് കിടക്കുകയാണ് കമ്പി പിടിച്ചിട്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഫയർഫോഴ്സിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഓടി. പിന്നെ എൻ്റെ വൈഫ് ഒരു ചൂലിട്ട്, വേറെ ഒന്നും എല്ലാം ഫുള്ള് നനഞ്ഞിട്ടായിരുന്നുള്ളത്, ഒരു ചൂല് കിട്ടിയിട്ട് അവൾ അടിച്ച് പുറത്താക്കി. അപ്പോൾ ഞാൻ ഫയർഫോഴ്സ് വിളിച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞു പോയ മാതിരി ഉള്ളത്, ബോധമില്ലായിരുന്നു. ഇത് എത്ര വർഷമായിട്ട് വീട് മാക്സിമം ഇവിടെ താമസിക്കുന്നവർ ഒരു 10-26 വർഷത്തിന്റെ അടുത്തായി. മുമ്പുണ്ടോ ഈ ലൈൻ? അതിന്റെ മുൻപേ ഈ ലൈൻ പോകുന്നുണ്ട്. ഇവരെ ഒരു തറവാട് വീടാത്, അവിടത്തെ മുമ്പേ പോകുന്ന ലൈനായത്. ഈ അപകട സാധ്യത മുൻകൂട്ടി കണ്ടിരുന്നു. ഇപ്പൊ മുൻകൂട്ടി ഇത് നേരത്തെ ആവശ്യപ്പെട്ടിട്ട് ഇവിടെ ലൈൻമാൻമാരും ഓഫീസർമാരും അവിടെ ആ ഭാഗത്തൊക്കെ വരുമ്പോൾ ഞങ്ങൾ ആ പോസ്റ്റ് തന്നെ കാണിച്ചു കൊടുക്കണം. ആ പോസ്റ്റ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, വളരെ ചരിഞ്ഞിട്ടാണുള്ളത്. ഈ ലൈനിനെ അപേക്ഷിച്ചിട്ട് അതും ചരിഞ്ഞിട്ടാണ് കിടക്കണം. അവരും വന്ന് റീഡിങ് എടുക്കാൻ വരുന്നവരും ഇതെല്ലാം കാണുന്നുണ്ട്. അവർ വന്ന് പോകാന്നല്ലാണ്ട് അവർ അതിനേതായ നടപടിയോ കാര്യങ്ങളോ എടുത്തില്ല. പിന്നെ ഇവിടെ വന്ന് പോയി നോക്കാനുള്ള ആൾക്കാർ ഇവിടെ ആണുങ്ങളായിട്ട് ഇവിടെ ആരുമില്ല. 4 പെൺകുട്ടികളാണ്. മൂപ്പർക്കാണ് സുഖമില്ലാത്തൊരു ആളാണ് ഇവിടുത്തെ ആള്. ഇവിടെ മരിച്ച ആളെ പോലെ ഭർത്താവ്. അപ്പം നേരിട്ട് പോയിട്ട് സംസാരിക്കാനുള്ളൊരു സംവിധാനം കാര്യങ്ങൾ ആർക്കും ഇല്ല. അവർ അത്രയും വളരെ ദയനീയമായ അവസ്ഥയിലുള്ള വീടാണ്. വളരെ പാവപ്പെട്ട. ഇവിടെ വരുന്നവരോട് കാര്യം പറഞ്ഞിരുന്നു. ഇവിടെ വരുന്നവർ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എല്ലാ ലൈൻമാരും വന്ന് വരും, ഫോട്ടോ എടുക്കും, ഓലങ്ങ് പോകും. അത് വെച്ചിട്ട് നമ്മൾ അവിടെ രേഖാമൂലം നമ്മൾ പോയിട്ടില്ല. യെസ്, അതെ. ഇവിടെ നിന്ന് വരുന്നവരോട് പോകുന്നവരൊക്കെ ഇങ്ങനെ പറയാന്നല്ലാണ്ട് നേരിട്ട് പോയിട്ട് സംസാരിക്കും. എൻ്റെ പേര് നൗഷാദ്. ജിൽസി, അതാണ് കാര്യം. അതായത് പ്രായമായ ആളുകൾ, സ്ത്രീകൾ മാത്രമുള്ള വീടാണ്. അപ്പോൾ ആ നിലയ്ക്ക് കൃത്യമായി ഔദ്യോഗികമായ ഒരു സ്വഭാവത്തിൽ പരാതിയായി നൽകിയിട്ടില്ല. പക്ഷേ ഇവിടെ വരുന്ന റീഡിങ്ങിനും മറ്റും വരുന്ന KCB ഉദ്യോഗസ്ഥരോടക്കം ഇക്കാര്യം സൂചിപ്പിക്കുമ്പോൾ ഫോട്ടോ എടുത്ത് പോവുകയും പക്ഷേ പിന്നീട് തുടർ നടപടി ഉണ്ടായിട്ടില്ലെന്നുമാണ് പരാതി. ഇപ്പോൾ എന്നോടൊപ്പം ബന്ധു കൂടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഇവരുടെ ബന്ധുവാണോ? എന്താ ഇത് ഇപ്പൊ വീടിന് മുകളിലൂടെ കുറെ വർഷമായിട്ട് ഇത് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് മാറ്റാൻ വേണ്ടി പരാതി കൊടുത്തിരുന്നു? ഔദ്യോഗികമായിട്ട് പരാതി കൊടുത്തിട്ടില്ല. ഇവിടെ വീട്ടില് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. 4 പെൺകുട്ടികളാണ്. പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിട്ട് പിന്നെ ഉള്ളത് പ്രായമായ 2 ആളാണ്. പിന്നെ ഹസ്ബൻഡിനാണെങ്കിൽ അസുഖമായിട്ട് കിടത്തത്തിലാണ്. അന്നേരം ആ ബുദ്ധിമുട്ടൊക്കെ നിൽക്കുന്ന ആൾ ഇവർക്ക് ഇതിനെപ്പറ്റി ഔദ്യോഗികമായിട്ട് എങ്ങനെ ചെയ്യേണ്ടി എന്നുള്ളതൊന്നും റൂൾസ് അറിയാത്തത് കൊണ്ട് ഇവിടെ വരുന്ന KCBന്റെ ആൾക്കാരോട് വരുന്നവരോ ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നുണ്ട്. അന്നേരം അത് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വീട് ഒരുപാട് ഒരു 10-28 വർഷത്തോളമായി, 25 വർഷത്തോളത്തിൻ്റെ മേലെ എന്തായാലും ആയിക്കിട്ടുണ്ട്. അതിൻ്റെ മുന്നേ ഈ ലൈൻ ഇതിലൂടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ അവിടെ പോസ്റ്റ് കണ്ടില്ല? പോസ്റ്റ് ഓൾറെഡി ഈ വീടിനോട് ചരിഞ്ഞ് നിന്നിട്ടാണ് ഈ പോസ്റ്റ് ഉള്ളത്. അതുപോലെ തന്നെ ഇത് നമ്മൾ ക്ഷണിച്ചു വരുത്തിയ ഒരു അപകടമല്ല. നമ്മൾ റോഡുമിലോട്ട് പോയിട്ടോ അല്ലെങ്കിൽ ഇടയിലോട്ട് പോയിട്ടോ ഒന്നല്ല ഈ അപകടം ഉണ്ടാകുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു സ്റ്റെപ്പ് പോലും വെച്ചിട്ടില്ല. ആ സമയത്ത്
പിന്നെ ലൈൻ പൊട്ടി വീണിട്ട് എന്തോ ശബ്ദം കേട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങിയവരോ ഒരു നമ്മളെ മുന്നിലുള്ള വാതിൽ തുറന്നൊരു എന്തോ ഒരു കയറോ അല്ലെങ്കിൽ എന്താന്നുള്ള ഇതിൽ തട്ടുമല്ലോ, ആ തട്ടുന്ന സമയത്താണ് ആ തട്ടിയിട്ടാണ് ഇത് നമ്മൾ ഷോക്ക് അടിക്കുന്നത്. വീണ മരത്തിൻ്റെ വഴിയിൽ ഫോക്കസിൽ നമ്മൾ പോകും, എന്താ ശബ്ദം കേട്ട് അതിലേക്ക് പോകുന്ന സമയത്ത് അങ്ങനെ തട്ടിയാലാണ് ഷോക്ക് അടിക്കുന്നത്. ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, മുറ്റത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല, വീട്ടിൻ്റെ അകത്തേക്കാണ് ഈ ലൈന് വന്നത്. ജൽസി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, അത് ജസ്റ്റ് വീട്ടിൽ നിന്ന് പിറകുവശത്തിലൂടെ, ഞാനിപ്പോൾ ഈ പോകുന്ന വഴിയിലൂടെ, അതായത് ഇത് ഈ വീടിന്റെ പിറകുവശമാണ്, ഇവിടേക്ക്, അതായത് ഈ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഇവിടേക്ക് പുറത്തിറങ്ങി ഈ ഭാഗത്ത് വെച്ച് ഇവിടെ കേബിൾ പുറത്ത് വന്ന് കിടന്നിരുന്നു, പൊട്ടി വീണിരുന്നു. മരം തൊട്ടപ്പുറത്താണ്, അതായത് ആ ഭാഗത്താണ്. ഇവിടേക്ക് മരം എത്തിയിട്ടില്ല, ഇവിടെ ആയിരുന്നു ഈ കേബിൾ കിടന്നിരുന്നത്, ഇലക്ട്രിക് ലൈൻ കിടന്നിരുന്നത്. അബദ്ധത്തിൽ ഇതിൽ പിടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടോ, സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളെ കണ്ടിരുന്നോ ലൈൻ എവിടെയായിരുന്നു കിടന്നിരുന്നത്? ലൈന് ഇതിലിങ്ങനെ തങ്ങി കിടക്കായിരുന്നു. അപ്പൊ ഞാള് വന്ന സമയത്ത് ഓരിങ്ങനെ ഇവിടെ കിടക്കായിരുന്നു. ഞങ്ങൾക്ക് പെട്ടെന്ന് കയ്യിലൊന്നും കിട്ടിയില്ല. പല ഭർത്താവ് പല എടുത്ത് നിൽക്കുന്നുണ്ട്. ഭാഗ്യവശാലും ഒരു തൊടാത്തതിനെ കൊണ്ട് അവരെ ഭർത്താവ്, അപ്പൊ ഞങ്ങളെ കയ്യിലൊന്നും കിട്ടിയില്ല. സംഭവം ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ചൂലായിരുന്നു. അപ്പൊ സമീർ എന്താക്കിയെന്ന് വെച്ചാൽ ചൂലെടുത്ത് ഒരേ കൈക്ക് അടിച്ച സമയത്ത് കൈമെന്ന് പിടുത്തം വിട്ടതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മാക്സിമം ഞങ്ങൾ ചെയ്തിക്ക്. അപ്പോഴത്തേക്ക് ഫയർഫോഴ്സ് സാർ വന്ന് ഒരു കൊണ്ടുപോയി. ഇവിടെയാണ് കേബിൾ കിടന്നിരുന്നത്. കേബിൾ കിടന്നത് കേബിൾ താഴേക്ക് എത്തിക്കില്ല, തൂങ്ങിക്കിടക്കായിരുന്നു. ഒരു കൈമ തട്ടിയിട്ടാണ് കേബിളുണ്ട്. മരം അവിടെ ഉള്ളത് ഒരു കൈ തട്ടിയിട്ടാണ്, വേറെ ശരീരത്തിൽ എവിടെ നട്ടില്ല, കൈമലാണ് ലൈൻ ഉണ്ടായിരുന്നത്. ജൽസി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതായത് ഞാനിപ്പോ നിൽക്കുന്നത് ഈ വീടിന്റെ പിറകു വശത്തിന് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്താണ്. അത് ഈ ഭാഗത്ത് ഈ ലൈൻ പൊട്ടി വീണ് വന്ന് ഈ ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം മരം അപ്പുറത്തായിരുന്നു. ഒരു അബദ്ധത്തിൽ ഇതിൽ പിടിച്ചതാകാമെന്നാണ് കണക്കാക്കുന്നത്. ആ നിലയ്ക്ക് അപകടമുണ്ടായി. പെട്ടെന്ന് തന്നെ ഇവർ വന്ന് ഈ ചൂലുപയോഗിച്ച് അടിച്ച് വീഴ്ത്തി. പക്ഷേ അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുമാണ് പറയുന്നത്. എന്തായാലും ഔദ്യോഗികമായ പരാതികൾ നൽകിയിട്ടില്ലെങ്കിലും ഇവിടെ വരുന്ന KSEB ഉദ്യോഗസ്ഥരോടക്കം ഇക്കാര്യം പലതവണ പറഞ്ഞിരുന്നു. അവർ അത് ഫോട്ടോ എടുത്ത് നടപടി